നമസ്കാരം, ET മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് നിർണായകമായ ഒരു മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. നമ്മൾ ഇത്രയും കാലം വിലക്കയറ്റം അളക്കാൻ ഉപയോഗിച്ചിരുന്ന രീതികളിൽ വലിയ പരിഷ്കാരങ്ങൾ വരുത്തിക്കൊണ്ട് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. 2026 ജനുവരിയിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ 2.75% ഉയർന്നിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ സാധാരണക്കാരന് ഒരുപക്ഷെ ആശങ്ക തോന്നാം. പക്ഷെ ഇതിന് പിന്നിൽ വലിയൊരു മാത്തമാറ്റിക്സ് റീസെറ്റ് നടന്നിട്ടുണ്ട്. എന്താണ് ഈ പുതിയ മാറ്റം? കേന്ദ്ര സ്ഥിതി വിവര കണക്ക് മന്ത്രാലയം ഇപ്പോൾ ഉപഭോക്തൃ വില സൂചികയുടെ അടിസ്ഥാന വർഷം 2012 നിന്ന് 2024 മാറ്റിയിരിക്കുകയാണ്. അതായത് 12 വർഷം മുൻപത്തെ നമ്മുടെ ജീവിത രീതിയല്ല ഇന്ന് നമ്മൾ ഓൺലൈനായി സാധനങ്ങൾ വാങ്ങുന്നു, നെറ്റ്ഫ്ലിക്സും ആമസോണും പോലുള്ള സ്ട്രീമിംഗ് സേവനങ്ങൾ ഉപയോഗിക്കുന്നു. നമ്മുടെ ചിലവുകൾ മാറിയതിനനുസരിച്ച് ഇൻഫ്ലേഷൻ കണക്കാക്കുന്ന രീതിയും മാറണമല്ലോ. ആധുനിക ഇന്ത്യയുടെ ചിലവുകളെ കൃത്യമായി പ്രതിഫലിപ്പിക്കാനാണ് ഈ പുതിയ സീരീസ് അവതരിപ്പിച്ചിരിക്കുന്നത്. കണക്കുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഡിസംബറിൽ പഴയ രീതി പ്രകാരം 1.33% ഇൻഫ്ലേഷൻ ജനുവരിയിൽ പുതിയ രീതി പ്രകാരം 2.75% കാണിക്കുന്നു. ഇതിൽ പ്രധാനമായും വില്ലനായത് സ്വർണം, വെള്ളി തുടങ്ങിയ ലോഹങ്ങളുടെ വിലവർധനയാണ്. പേഴ്സണൽ കെയർ വിഭാഗത്തിൽ ഏകദേശം 19% വർധനവുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് വെള്ളിയുടെ വിലയിൽ 160% വർധനവ് രേഖപ്പെടുത്തിയത് ഇൻഫ്ലേഷൻ റേറ്റിനെ സ്വാധീനിച്ചു. മറ്റൊരു പ്രധാന മാറ്റം ഭക്ഷണ സാധനങ്ങൾക്ക് നൽകിയിരിക്കുന്ന വെയിറ്റേജിലാണ്. മുൻപ് ഇൻഫ്ലേഷൻ കണക്കാക്കുമ്പോൾ ഭക്ഷണ സാധനങ്ങൾക്ക് 46% പ്രാധാന്യം നൽകിയിരുന്നെങ്കിൽ പുതിയ രീതിയിൽ അത് 36.8% കുറച്ചിട്ടുണ്ട്. ഇതിനർത്ഥം പച്ചക്കറികളുടെയും മറ്റും വിലയിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റങ്ങൾ ഇനി മൊത്തം ഇൻഫ്ലേഷൻ കണക്കിൽ മുൻപത്തെ പോലെ വലിയ രീതിയിൽ ഉലക്കില്ല എന്നാണ്. ജനുവരിയിലെ കണക്കനുസരിച്ച് ഭക്ഷണ പദാർത്ഥങ്ങളിലെ ഇൻഫ്ലേഷൻ 2.13%. നമ്മുടെ ഗ്രാമീണ മേഖലയെ സംബന്ധിച്ചും ഒരു സുപ്രധാന മാറ്റമുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി ഗ്രാമീണ മേഖലയിലെ വീട്ടുവാടകയും ഇൻഫ്ലേഷൻ കണക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇത് ഗ്രാമങ്ങളിലെ ജീവിത ചെലവ് കൂടുതൽ കൃത്യമായി മനസ്സിലാക്കാൻ സഹായിക്കും. കൂടാതെ ഓൺലൈൻ ഷോപ്പിംഗ്, ജിം ഉപകരണങ്ങൾ, ബേബി സിറ്റർമാരുടെ സേവനം തുടങ്ങി 50ഓളം പുതിയ സേവനങ്ങളും ഈ പട്ടികയിൽ ഇടം പിടിച്ചു. അതേസമയം റേഡിയോ, VCR തുടങ്ങിയ കാലാഹരണപ്പെട്ട പല സാധനങ്ങളും ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. റിസർവ് ബാങ്കിനെ സംബന്ധിച്ച് ഈ കണക്കുകൾ വളരെ പ്രധാനമാണ്. RBIയുടെ ലക്ഷ്യം ഇൻഫ്ലേഷൻ 4% താഴെ നിർത്തുക എന്നതാണ്. നിലവിലെ 2.75% എന്നത് ആ പരിധിക്കുള്ളിലാണെങ്കിലും കഴിഞ്ഞ മാസങ്ങളെ അപേക്ഷിച്ച് ഒരു വർധനവ് കാണിക്കുന്നത് കൊണ്ട് വരും മാസങ്ങളിൽ പലിശ നിരക്കുകൾ കുറയ്ക്കാൻ RBI തയ്യാറായിരിക്കില്ല എന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. ഗവർണർ സഞ്ജയ് മൽഹോത്ര സൂചിപ്പിച്ചതുപോലെ ഇനിയൊരു പലിശ നിരക്ക് കുറയ്ക്കലിന് നമ്മൾ കുറച്ചു കാലം കൂടി കാത്തിരിക്കേണ്ടി വരും. പഴയ കണക്കനുസരിച്ച് നമുക്ക് ആകെ ചിലവിന്റെ ഏകദേശം പകുതിയോളം ഭക്ഷണത്തിനായാണ് കരുതിയിരുന്നത്. എന്നാൽ പുതിയ കണക്കിൽ അത് 36% കുറഞ്ഞു. ഇതിനർത്ഥം ഇന്ത്യക്കാരുടെ വരുമാനം വർദ്ധിച്ചപ്പോൾ ഭക്ഷണത്തിന് പുറമെ മറ്റ് കാര്യങ്ങൾക്കായി, ഉദാഹരണത്തിന് വിനോദം, യാത്ര, ഗാഡ്ജറ്റുകൾ പോലുള്ള മറ്റ് ചിലവുകൾക്കായി നമ്മൾ കൂടുതൽ പണം ചിലവാക്കാൻ തുടങ്ങി എന്നാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇതിനെ ഏംഗൽസ് ലോ എന്ന് പറയും. അതായത് വരുമാനം കൂടുമ്പോൾ ഭക്ഷണത്തിനായുള്ള ചിലവിന്റെ ശതമാനം കുറയുന്നു. ഹൗസിംഗ് ആൻഡ് യൂട്ടിലിറ്റീസ് വിഭാഗത്തിലാണ് പട്ടികയിൽ ഏറ്റവും വലിയ വർധനവ് ഉണ്ടായിരിക്കുന്നത്. 10% നിന്ന് 17.6% ഇത് ഉയർത്തിയിട്ടുണ്ട്. ഇതിന് പ്രധാനമായും 2 കാരണങ്ങളുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ മുൻപ് ഗ്രാമങ്ങളിലെ വീട്ടുവാടക ഇൻഫ്ലേഷൻ കണക്കുകളിൽ കൂട്ടിയിരുന്നില്ല. ഇപ്പോൾ അതും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളം, വൈദ്യുതി, പാചകവാതം എന്നിവ ഈ വിഭാഗത്തിന്റെ ഭാഗമായി. ഇന്ന് ശരാശരി കുടുംബ ബജറ്റിൽ ഇവയ്ക്കെല്ലാം വലിയൊരു പങ്കുണ്ടെന്ന തിരിച്ചറിവാണിത്. 2012 നമ്മൾ സ്മാർട്ട് ഫോണുകൾക്കോ ഡാറ്റ പ്ലാനുകൾക്കോ വലിയ പ്രാധാന്യം നൽകിയിരുന്നില്ല. എന്നാൽ പുതിയ പട്ടികയിൽ കമ്മ്യൂണിക്കേഷൻ എന്നൊരു പ്രത്യേക വിഭാഗം തന്നെ വന്നിരിക്കുന്നു. 3.6% വെയിറ്റേജ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മൊബൈൽ റീചാർജ്, ഇന്റർനെറ്റ് ചിലവുകൾ എന്നിവ ഇന്ന് പച്ചക്കറി വാങ്ങുന്നത് പോലെ തന്നെ അത്യന്താപേക്ഷിതമായ ഒന്നായി മാറിയെന്ന് ഈ കണക്ക് സൂചിപ്പിക്കുന്നു. യാത്രാ ചിലവുകൾ 6% നിന്ന് 8.8% വർദ്ധിപ്പിച്ചു. പെട്രോൾ, ഡീസൽ വിലവർധനവും മാത്രമല്ല, ആളുകൾ സ്വന്തമായി വാഹനങ്ങൾ ഉപയോഗിക്കുന്നതും ടാക്സി അല്ലെങ്കിൽ ഓട്ടോ സേവനങ്ങളെ കൂടുതൽ ആശ്രയിക്കുന്നതും ഈ മാറ്റത്തിന് കാരണമായി. ഈ ടേബിൾ കാണിക്കുന്നത് ഇന്ത്യ ഒരു ഫുഡ് ഡ്രിവൺ ഇക്കോണമി എന്നതിലുപരി സർവീസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഡ്രിവൺ ഇക്കോണമി ആയി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. പണ്ട് തക്കാളിയുടെയോ ഉള്ളിയുടെയോ വില കൂടുമ്പോൾ ഇൻഫ്ലേഷൻ കുതിച്ചുയരുമായിരുന്നു. എന്നാൽ ഇനി പുതിയ കണക്ക് പ്രകാരം ഭക്ഷണ സാധനങ്ങളുടെ വിലക്കയറ്റം മൊത്തം ഇൻഫ്ലേഷനെ പഴയ രീതിയിൽ അത്രത്തോളം ബാധിക്കില്ല. പകരം സർവീസുകളുടെയും ഇന്ധനത്തിന്റെയും വിലയാകും ഇനി നിർണായകമാവുക. വിലക്കയറ്റം കൂടുന്നു എന്നതിനേക്കാൾ അത് അളക്കുന്ന രീതി കൂടുതൽ കൃത്യവും ശാസ്ത്രീയവുമാവുകയാണ് ചെയ്തിരിക്കുന്നത്. ഡിജിറ്റൽ സേവനങ്ങൾക്കും ആധുനിക സൗകര്യങ്ങൾക്കും മുൻഗണന നൽകുന്ന ഒരു നവ ഇന്ത്യയുടെ യഥാർത്ഥ ചിത്രം ഈ പുതിയ കണക്കുകളിലൂടെ തെളിയുന്നു.